നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന്റെ അപ്പുറത്തായിട്ട് ഒരു മരപ്രഭുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ മരപ്രഭു എങ്ങനെയാണ് ഇവിടെ വന്നത്, എന്താണ് അതിന്റെ ഐതിഹ്യം, അതെല്ലാം നമുക്കൊന്ന് കാണണ്ടേ. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ മരപ്രഭു, അതായത് മരപ്രഭു 52 അടിയാണുള്ളത് ഉയരം. 52 അടിയാണ് ഉയരം. അതുപോലെ തന്നെ ഇത് പണി ചെയ്തിട്ടുള്ളതിന്റെ പുറകിൽ കാര്യം എന്താ വെച്ചാൽ തെറാക്കോട്ട പോലത്തെ സംഭവമാണ്. തെറാക്കോട്ട അതായത് ആയുർവേദ മരുന്നുകളും അതുപോലെ തന്നെ മണ്ണൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാണ്. അതുപോലെ തന്നെ ഈ മരപ്രഭു പണി ചെയ്ത ശില്പി എന്ന് പറയുന്നത് PV രാമചന്ദ്രൻ എന്ന വ്യക്തിയാണ് ഇത് പണി ചെയ്തത്. അതുപോലെ തന്നെ 1952 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ സാറാണ് അന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. 1952 ആ കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. സമയത്ത് ഉദ്ഘാടനം ചെയ്താണ്. അപ്പൊ അത്രയും വർഷം പഴക്കം ഉണ്ട്. 2026 അപ്പൊ മൈനസ് തന്നെ വലിയ കണക്കാണ് നമുക്ക് കിട്ടുക. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇതൊന്ന് പുതുക്കി പണിതു. അതെ അതെ, റെഡിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി ചെയ്യാൻ വേണ്ടി മാത്രം. അതുപോലെ തന്നെ ഈ മരപ്രഭുവിന്റെ പുറകില് ഇതിങ്ങനെ വരാനും ഇവിടെ ഇങ്ങനെ നിൽക്കാനും നമ്മൾ കാണാനും പുറകിലൊരു പ്രത്യേക സംഭവം ഉണ്ട്, ഒരു ഐതിഹ്യം ഉണ്ട്. അത് പറയാനേ അച്ഛനെ ഞാൻ ക്ഷണിക്കുന്നു. ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തില് വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൂന്താനം. അന്നേരം അദ്ദേഹം പത്മനാഭോ അമരപ്രഭു എന്നതിന് പകരം പത്മനാഭോ മരപ്രഭു എന്ന് തെറ്റായി ഉച്ചരിച്ചു. ഇത് കേട്ട് പണ്ഡിതനായിട്ടുള്ള പട്ടത്തിരിപ്പാട് പൂന്താനത്തെ കളിയാക്കി ചിരിച്ചു. അതാണ് ഉണ്ടായത്. അന്നേരം ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് ഒരു അശരീരി കേട്ടു. ഞാൻ തന്നെയാണ് അമരപ്രഭുവും ഞാൻ തന്നെയാണ് മരപ്രഭുവും എന്നാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഐതിഹ്യം വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഈ മരപ്രതിമ വന്നത്. അതാണ് അതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മരപ്രഭുവിന് മുഖം ശ്രദ്ധിച്ചാൽ ഗുരുവായൂരപ്പന്റെ ലുക്ക് ചായ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയാ, നമ്മുടെ ഈ നാരങ്ങയില് തൊണ്ടില് വിളക്കത്തിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പുഷ്പം അതൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ പൂജയോ എന്തൊക്കെ ഉണ്ട് ഇവിടെ. മറ്റേ എന്താ പറയാ, ഇതിലാണ് മറ്റേ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിന്റെ തൊണ്ടില് കത്തിക്കുന്നുണ്ട്. അതുപോലെ ഈ വലിയ മരപ്രഭുവിന് ചെറിയ മിനിയേച്ചർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ 1 2 3 4 5 6 7 ഏഴെണ്ണല്ല, അതിന്റെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു പ്രതിമകള് ആൾക്കാർ വീട്ടിലേക്ക് മേടിച്ചോണ്ട് പോകും. അതായത് കൃഷ്ണ വിഗ്രഹം മേടിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇതും വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. കാരണം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, അതായത് അമരപ്രഭുവും മരപ്രഭുവും അത് രണ്ടും ഞാൻ തന്നെ എന്നാ പറയുന്നത് ഗുരുവായൂരപ്പൻ. അതെ അതെ, ഈ മരപ്രഭുവിന് വേറെ കാര്യം എന്ന് വെച്ചാൽ രോഗങ്ങൾക്കും ചികിത്സയ്ക്കൊക്കെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ പ്രകൃതി അതുപോലെ തന്നെ വൈദ്യം അതൊക്കെ ഉൾപ്പെടുന്നതിലൂടെയാണ് കാണിക്കുന്നത്. ഇലകളും വൈദ്യക്ക് ആവശ്യമായിട്ടുള്ള ഇലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു രൂപത്തിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് ചെയ്തിരിക്കുന്നത്. അല്ല അതിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അതെ, അതാണ് ടെറാക്കോട്ട് എന്ന് പറയും അല്ലേ. ടെറാക്കോട്ട തന്നെ. അങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സ്മാരക പോലെ ഇങ്ങനെ അതിന്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് മാർബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതേപോലെ തന്നെ ചെമ്പ് പതിഞ്ഞാണ്, പിച്ചള പതിഞ്ഞതാണ്. പിച്ചളയിൽ പതിഞ്ഞത് അതിശക്തമായ പ്രസരശേഷിയുള്ള ഇത് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പത്മനാഭപ്രഭുവിന്റെ കനകപ്രഭാ മണ്ഡപം. ഇവിടെയൊക്കെ അതിനെ കുറിച്ച് നല്ലോണം വൃത്തിയായിട്ട് ഇവിടെ എഴുതി മറ്റേ ഫലകം വെച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് വായിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോ ഇവിടെ കേശവൻ നിൽക്കണതിന്റെ അടുത്ത് തന്നെയാണ് ഇതുള്ളത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ട് ഇവിടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് വേറെ ഒരു പോസിറ്റീവ് ഓറയാണ് ഇവിടെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് ഓറ നമുക്ക് കിട്ടും. പുറകിലേക്ക് കാണില്ല, പുറകെട്ട് കിണറും കാര്യങ്ങളൊക്കെയാ. അതെ, ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന്റെ തൊട്ട് പുറകിൽ തന്നെയാണുള്ളത്, തൊട്ട് സൈഡിലായിട്ട് തന്നെ. അതെ, ഇത് കുറെ അക്ഷരങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? അത് പണ്ടത്തെ ലിപിയാവും ചിലപ്പോ. ലിപി ആയിരിക്കാം അല്ലേ, കാരണം മലയാളം ഇംഗ്ലീഷ് ഒന്നും അല്ല. അതെ 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 അതെ, ഇത് പ്രത്യേക രീതിയിലുള്ള ലിപിയാണല്ലോ. പഴയ കാലത്ത് അതായത് നമ്മള് പണ്ട് പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലത്തെ ഒരു ഇതാണ് എഴുതിയിരിക്കുന്നത്.
ലിപി. ഞാനൊരു ഫോട്ടോ എടുത്ത് നോക്കി. ഞാനൊരു ഫോട്ടോ എടുത്ത് നോക്കിയപ്പോ കുറച്ച് മുന്നേ. അപ്പൊ ഇനി എങ്ങനെ ഇംഗ്ലീഷ് അക്ഷരം വല്ലതും തിരിച്ചു വെച്ചാണെന്ന് വേണ്ടി തിരിച്ചു വെച്ച് അല്ല, ഇംഗ്ലീഷ് ഒന്നും അല്ല. ഇംഗ്ലീഷ് അക്ഷരമല്ല, അതായത് പണ്ടത്തെ പഴയകാല ലിപിയാണത്. അതെ, അതെ, പഴയകാല ലിപിയാണത്. ഇംഗ്ലീഷ് അക്ഷരത്തിന് ഇയും ഇസഡും അതെ, ഓയും ഒക്കെ ഉണ്ട്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പണ്ട് പുസ്തകങ്ങള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ഇപ്പൊ മറ്റേ കുറെ ഡ്രസ്സുകളിൽ ഒക്കെ അങ്ങനത്തെ ഇറങ്ങുന്നുണ്ട് ഒരു രൂപം. പിന്നെ ഒരു കൊള്ളി കോച്ചില് ഒരു കൊള്ളി മാത്രം, അല്ലെങ്കിൽ ഒരു ഇലയുടെ ചിഹ്നം. ഇതൊക്കെ അന്നത്തെ ഒരു അക്ഷരങ്ങളായിരുന്നു, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ആൾക്കാർക്ക് സംസാരിക്കാനും അറിയാനും ഇത് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അങ്ങനെയുള്ള അക്ഷരങ്ങളായിരുന്നു പണ്ട് കാലത്തുള്ളത്. പിന്നെ അത് പരിഷ്കരിച്ചിട്ടാണ് ഇപ്പൊ മറ്റേ എന്താ പറയാ മലയാളം, അതുപോലെ സംസ്കൃതം, ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഭാഷകളിലോട്ടൊക്കെ വന്നുപോയത്. അപ്പൊ അന്നത്തെ ആധുനിക മനുഷ്യര് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ലിപിയായിരിക്കും ഇത്. അതായിരിക്കാം എന്ന സാധ്യതയുണ്ട് കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലിപിയെ കുറിച്ച് അറിയുമെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ഇടുക, ഇത് ഇന്നതാണ് എന്നുള്ളത് കേട്ടോ. 1952 ഇതിന്റെ പണി കഴിഞ്ഞത്. ആ സമയത്ത് ലിപി ഒന്നുമില്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ച് അറിയണ ആരോ ചെയ്തു വെച്ചതാണത്. അതെ, പ്രത്യേക ഒരു ഇതൊക്കെയാണത്. ഇതൊക്കെ നല്ല രസമായിട്ടാ പണിതൊക്കെയുണ്ടോ അല്ലേ? അതെ അതെ, നല്ല ഫ്ലവർ വർക്ക്, ഒത്തുപണികളൊക്കെ നല്ല രസമായിട്ട് പണിതുണ്ട്. പിന്നെ വേറെ പ്രത്യേകത നോക്കി, ഈ മരപ്രഭുവിന്റെ ഈ പ്രതിമ ഉണ്ടല്ലോ, അതിന്റെ മറ്റേ എന്താ പറയുക പിൻഭാഗം നോക്കി ഒരു പ്രത്യേക രസമല്ലേ? അതെ അതെ, പ്രത്യേക ഭംഗി. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പ്രകൃതി, അതുപോലെ തന്നെ വൈദ്യങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളിലൊക്കെ വരച്ചിട്ടുണ്ടായില്ലേ, ആലിലേയും എല്ലാം വരച്ചിട്ടുണ്ടായില്ലേ. പ്രത്യേക ഒരു ഭംഗിയില്ലേ കാണാനായിട്ട്, അല്ലെ? അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് കണ്ടിട്ട് നമുക്ക് റൗണ്ട് അടിക്കാൻ അത്ര വലിപ്പമുള്ളൂ അല്ലേ? മുകളിലോട്ടുള്ള ഹൈറ്റ് ആണ്, 52 അടിയാണ് അതിന്റെ ഉയരം. അയ്യോ, കൊള്ളാല്ലേ? കൊള്ളാം, നല്ല രസമുണ്ട് എന്തായാലും. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ചരിത്രത്തിൽ എന്നാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉത്ഭവിച്ചത്, ഗുരുവായൂരപ്പനായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ കുറെ ചരിത്രമായിട്ട് ഗുരുവായൂർ അമ്പലം തൊട്ടടുത്തായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞാൽ വേറെ ശ്രദ്ധിക്കും. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണണ്ടാവും. എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക, നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യും 12 മണിക്ക് എന്തായാലും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ കാഴ്ച കൊള്ളാം. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.